ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വയനാട്ടിലെ സംഭവ വികാസങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. നമ്മൾ ഈ വീഡിയോ ഉരുൾപൊട്ടലിന് മുമ്പ് റെക്കോർഡ് ചെയ്തതാണ്. അപ്ലോഡ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നോക്കി വന്നപ്പോഴാണ് ഉരുൾ പൊട്ടിയ ന്യൂസ് അറിയുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ ഏകദേശം ദൂരം ഉണ്ടാകും ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക്. പക്ഷേ ആ ന്യൂസ് കണ്ടതും പിന്നെ ആകെ ഡെസ്പായി പോയി. നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ദുരിത ബാധിതരെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടി ഉൾപ്പെടുത്തുക. ഞാൻ ആകപ്പാടെ ഡെസ്പായിപ്പോയി. എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു മൂഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ കുറച്ച് പേര് മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യങ്ങൾ നിരന്തരമായിട്ട് വാട്സപ്പിൽ കൂടെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക. അതുകൊണ്ട് എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. ഒരുപാട് പേര് ഞാൻ സേഫാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിരിക്കുന്ന ഭാഗത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല മഴയുണ്ടായിരുന്നു. ഇവിടെ വേറെ പ്രോബ്ലങ്ങളൊന്നുമില്ല. യൂട്യൂബിൽ ചോദിച്ചവരൊക്കെ ഇതൊരു മറുപടിയായിട്ട് എടുക്കുക കേട്ടോ. യൂട്യൂബൊന്നും നോക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. അതുകൊണ്ട് കമൻറ്റ് സെക്ഷനിൽ ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ കമൻറ്റുകളൊന്നും നോക്കിയിട്ടില്ല. എന്തായാലും നമുക്ക് നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള 4 മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയാണ്. എന്നാൽ നല്ല റിട്ടേൺ തരുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ്. ഏതെങ്കിലും ഒരു സെക്ടർ ഇടിഞ്ഞു പോയി എന്ന് കരുതിയിട്ട് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിന് വലിയ കുഴപ്പങ്ങൾ സംഭവിക്കില്ല. ഇതെല്ലാം ഇൻഡെക്സ് ഫണ്ടുകളാണ്. എക്സ്പെൻസ് റേഷ്യോ കുറവുള്ള ഫണ്ടുകളാണ്. നമ്മൾ ഇനി നോക്കിയിരിക്കുന്ന ക്രൈറ്റീരിയ ഞാൻ വിശദീകരിക്കാം. 1, എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും. 2, റിട്ടേൺ കൂടുതലായിരിക്കും. 3, ഇത് ഡൈവേഴ്സിഫൈഡ് ആയിരിക്കും. ഏതെങ്കിലും ഒരു സെക്ടർ താഴ്ന്നു പോയി എന്നുകൊണ്ട്, ഫോർ എക്സാമ്പിൾ ഫാർമ സെക്ടർ, അല്ലെങ്കിൽ IT സെക്ടർ, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ സെക്ടർ, ഇങ്ങനെ ഏതെങ്കിലും ഒരു സെക്ടർ താഴ്ന്നു പോയി എന്നതുകൊണ്ട് ഈ ഒരു ഫണ്ടിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും സംഭവിക്കില്ല. ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ്. എന്നാൽ അത് ഡൈവേഴ്സിഫൈ ചെയ്തു. അതിനുള്ളിൽ തന്നെ ഡൈവേഴ്സിഫൈ ചെയ്തു. കാരണം ഇക്വിറ്റി ബേസ്ഡ് മ്യൂച്വൽ ഫണ്ടിൽ മാത്രമേ നമുക്ക് ഹൈ റിട്ടേൺ കിട്ടുള്ളൂ. ഈ മ്യൂച്വൽ ഫണ്ട് ഏത് സമയത്തും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് ഇടിഞ്ഞിരിക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. SIP ആയിട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. SIP ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിൽക്കുമ്പോൾ മാർക്കറ്റ് ഉയർന്നിരിക്കുമ്പോൾ വിറ്റ് കഴിഞ്ഞാൽ കൂടുതൽ ലാഭം കിട്ടും. അതേസമയം മാർക്കറ്റ് താഴ്ന്നിരിക്കുമ്പോൾ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഈ ഒരു ഫണ്ടിൽ ചെയ്യാവുന്നതാണ്. ഈ അടുത്തായിട്ട് വലിയ രീതിയിലൊന്നും മാർക്കറ്റ് താഴ്ന്നിട്ടില്ല. ഇപ്പോൾ ഡിഫൻസ് ഫണ്ടും മറ്റുള്ള ഫണ്ടുകളിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ IT ഫണ്ടൊക്കെ നന്നിട്ട് കയറുന്നുണ്ട്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിർബന്ധമാണ്. ഇത് നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മുടെ ഒരു യൂട്യൂബ് സബ്സ്ക്രൈബറാണ്. അദ്ദേഹം എനിക്ക് വാട്സപ്പിൽ അയച്ച ഓഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹം 4 ഫണ്ടുകൾ ആവശ്യപ്പെട്ടായിരുന്നു. ശരിക്കും ആവശ്യമല്ല, അദ്ദേഹം അത് കണ്ടുപിടിച്ചു. 4 ഫണ്ടുകൾ കണ്ടുപിടിച്ചു. എന്നിട്ട് എനിക്ക് അയച്ചു തരികയാണ് ചെയ്തത്. അത് ചെക്ക് ചെയ്യാവോ എന്ന് ചോദിച്ചാൽ അയച്ചു തരികയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് മറുപടി കൊടുക്കുന്നതിനേക്കഴിഞ്ഞ് നല്ലത് ഇത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രയോജനപ്പെടും, അദ്ദേഹത്തിനും പ്രയോജനപ്പെടും. അദ്ദേഹത്തിന് ഞാൻ ഓൾറെഡി മറുപടി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 2-3 മണിക്കൂർ ഇരുന്ന് ഗവേഷണം ചെയ്തു. അപ്പോൾ എനിക്ക് ഈ 4 ഫണ്ടുകൾ കിട്ടി. എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ വോയിസ് ഒന്ന് കേട്ടിട്ട് അദ്ദേഹം സെലക്ട് ചെയ്ത 4 ഫണ്ടുകൾ കൂടി കണ്ടിട്ട് ഞാൻ അതിന് പകരമായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്ന ഫണ്ടുകൾ കൂടി നമുക്ക് കണ്ടിട്ട് വരാം. അദ്ദേഹം സെലക്ട് ചെയ്ത് സൂപ്പർ ഫണ്ടുകളാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഈ ഒരു 6 മാസത്തെ റിട്ടേൺ ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു ക്രൈറ്റീരിയയാണ് എൻ്റെ ഫണ്ട് സെലക്ഷന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വോയിസ് ഒന്ന് കേട്ട് വരാം. ഈ ലാപ്ടോപ്പിൽ ഇവിടെ പ്ലേ ചെയ്താൽ അത് കേൾക്കും, പക്ഷേ ക്ലാരിറ്റിക്ക് ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഈ വോയിസ് മൊബൈലിൽ കൂടെ കേൾപ്പിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. സാറേ നമസ്കാരം. സാറേ, ഞാൻ ഈ ഒരു വോയിസ് വിടുന്നത് വേറെ ഒന്നല്ല. ഞാൻ സാറിൻ്റെ ജസ്റ്റ് എൻ്റെ ഒരു അനുഭവം അല്ലെങ്കിൽ ഈ ഒരു കാര്യം സാറുമായിട്ടൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചർ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വിടുന്നത്. വേറെ ഒന്നുമല്ല, ഞാൻ സത്യം പറഞ്ഞാൽ സാറിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഈ മ്യൂച്വൽ ഫണ്ടും ഷെയർ മാർക്കറ്റ് എന്താണെന്ന് അറിഞ്ഞത് തന്നെ വെച്ചാൽ സാറിൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയപ്പോഴാണ്. എനിക്ക് തോന്നുന്നു 2019 ഞാൻ ശരിക്കും പറഞ്ഞാൽ കാണാൻ തുടങ്ങിയത് സാറിൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ അന്ന് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു, ജസ്റ്റ് കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട്. പക്ഷേ സാറിൻ്റെ വീഡിയോ കണ്ട് ഞാൻ ജസ്റ്റ് അതെന്താണെന്ന് പഠിക്കാൻ ശ്രമിച്ചു, കുറച്ചൊക്കെ ചെയ്തു. പക്ഷേ ട്രേഡിങ് എന്നെ കൊണ്ട് പറ്റിയില്ല എന്ന് എനിക്ക് തോന്നി. പറ്റും, പക്ഷേ അതിന് അത്രയും ക്ഷമയും കാര്യങ്ങളൊക്കെ വേണമെന്നായതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ അത് ഒഴിവാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കും, കാണും, പക്ഷേ ചെയ്യൂല. പക്ഷേ ബാക്കിയുള്ള സാറിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ കറക്റ്റായിട്ട് കാണുമായിരുന്നു. അപ്പോൾ അത് വഴിയാണ് ഞാൻ മ്യൂച്വൽ ഫണ്ടിൻ്റെ ആ വീഡിയോ സാറിന് കണ്ടത്. അപ്പോൾ അന്ന് മുതൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ 2021 സ്റ്റാർട്ട് ചെയ്തത് സാറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് തുടങ്ങിയത്. അന്ന് ഞാനൊരു സാറിൻ്റെ ടാറ്റ ടെക്നോളജി ഫണ്ട് ഇട്ടുണ്ട്. 2000 രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 25 വർഷം 30 വർഷം ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര കിട്ടുമെന്നുള്ളത്.
അങ്ങനെ ഞാൻ 1-2 ഫണ്ട് സാറിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3 വർഷത്തോളമായി. അതിൻ്റെ ഒരു റിട്ടേൺ അത് ആണ് ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ അതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല. അപ്പോൾ ഇപ്പോഴും ഞാനത് പിന്തുടർന്ന് പോരുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ആ വീഡിയോ കണ്ടിട്ടാണ് എനിക്കൊരു മോട്ടിവേഷൻ ആയതും ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്. എനിക്കറിയാവുന്ന പലരോടും ഞാൻ സാറിൻ്റെ ഈ വീഡിയോയും പഴയ വീഡിയോയും ഇപ്പോൾ ഉള്ളതും എല്ലാം അയച്ചു കൊടുക്കാറുണ്ട്, റെക്കമെൻഡും ചെയ്യാറുണ്ട്. സാറിൻ്റെ വീഡിയോ നിർബന്ധമായിട്ട് കാണുക പറയാറുണ്ട്. അപ്പോൾ സാറിനോട് ജസ്റ്റ് ഞാൻ സാറിൻ്റെ ഒരു അറിവിലോട്ട് ഞാൻ ഇതൊന്ന് അയച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് വോയിസ്. വളരെ ഒരു ഇൻസ്പിറേഷൻ തരുന്ന വോയിസാണ്. അദ്ദേഹം നമ്മുടെ വീഡിയോയിൽ കൂടിയാണ് മാർക്കറ്റിലേക്ക് വന്നത്. മ്യൂച്വൽ ഫണ്ടിലാണ് കൂടുതലായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അതിൽ നല്ല റിട്ടേൺ ഉണ്ട്. അതിൻ്റെ സന്തോഷം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് 4 ഫണ്ടുകളാണ് വേണ്ടത്. അത് അദ്ദേഹം തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഫണ്ട് ആദിത്യ ബിർള സൺ ലൈഫിൻ്റെ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടാണ്. ഇത് ഒരു നല്ല ഫണ്ടാണ്. ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ നമ്മൾ ലാർജ് ക്യാപ്പിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിഗണിക്കാൻ പറ്റിയ ഒരു ഫണ്ടാണ് ഈ ഒരു ഫണ്ട്. ഈ ഒരു മ്യൂച്വൽ ഫണ്ടിന് പകരം ETF ഉണ്ട്. നമ്മൾ പല വീഡിയോകളിലും അത് കവർ ചെയ്തുകൊണ്ട് ഈ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ഫണ്ട് നമുക്ക് എല്ലാവർക്കും പരിഗണിക്കാം. ഞാൻ മറ്റൊരു ഫണ്ടാണ് സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അത് ഈ 4 ഫണ്ട് കാണിച്ചതിന് ശേഷം എൻ്റെ ഫണ്ടുകൾ നോക്കാം. മോശമൊന്നുമില്ല. ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു റിട്ടേണും അതുപോലെ എക്സ്പെൻസ് റേഷ്യോയും കാര്യങ്ങളും നോക്കിയിട്ട് ഞാൻ സെലക്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൽ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. എക്സ്പെൻസ് റേഷ്യോ നോക്കിയാൽ മതിയാവും. രണ്ടാമത്തെ ഫണ്ട് ICICI പ്രുഡൻഷ്യലിൻ്റെ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടാണ്. ഇത് രണ്ടും ഒരേ കാറ്റഗറിയിലുള്ള ഫണ്ടായതുകൊണ്ട്, അതായത് ലാർജ് ക്യാപ്പ് ഇൻഡെക്സ് ഫണ്ട് ആയതുകൊണ്ട് ഇതിലേതെങ്കിലും ഒന്ന് മതി. മൂന്നാമത് അദ്ദേഹം സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ്. പരാഗ് പരേഖിൻ്റെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് 4ാമത്തെ ഫണ്ട് ഏതാണെന്ന് നോക്കാം. അത് നിപ്പോൺ ഇന്ത്യയുടെ നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 ഇൻഡെക്സ് ഫണ്ടാണ്. നിപ്പോൺ ഇന്ത്യയുടെ മിഡ് ക്യാപ്പ് ഫണ്ടിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും 4 ഫണ്ടുകളാണ് അദ്ദേഹം സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം സെലക്ട് ചെയ്തപ്പോൾ നമ്മൾ ചെയ്ത പല ഫണ്ടുകളും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത 4 ഫണ്ടുകൾ. ഒന്ന് എഡൽവൈസിൻ്റെ നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് ഫണ്ട്. രണ്ടാമത്തേത് മോട്ടിലാൽ ഓസ്വാളിൻ്റെ നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 ഇൻഡെക്സ് ഫണ്ട്. മൂന്നാമത്തേത് DSP നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 ക്വാളിറ്റി 50 ഇൻഡെക്സ് ഫണ്ട്. നാലാമത്തേത് ICICI പ്രൂ നിഫ്റ്റി 50 ഈക്വൽ വെയ്റ്റ് ഇൻഡെക്സ് ഫണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്പെൻസ് റേഷ്യോ റിട്ടേൺ നോക്കാം. ഇത് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ്. അതായത് ഇക്വിറ്റി തന്നെയാണ് കേട്ടോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മറ്റ് രീതിയിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ അല്ല. പല രീതിയിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഇക്വിറ്റി തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇക്വിറ്റിയിലെ ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ലാർജ് ക്യാപ്പുമായിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷനുള്ള ഫണ്ടാണിത്. ഇതിൻ്റെയൊക്കെ എക്സ്പെൻസ് റേഷ്യോ വളരെ വളരെ കുറവാണ്. അപ്പോൾ ICICI പ്രുഡൻഷ്യലിൻ്റെ നിഫ്റ്റി 50 ഈക്വൽ വെയിറ്റേജിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 0.35 ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കൂടുതലാണ്. പക്ഷേ ഇതിലും കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ ഉള്ള നിഫ്റ്റി 50 ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ കണ്ടില്ല. എന്നാൽ ഇതിന് പകരമായിട്ട് നിഫ്റ്റി ബീസ് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അതൊരു ETF ആണ്. അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് 5 പൈസയിലും താഴെയാണ്. 5 പൈസയാണെന്ന് തോന്നുന്നു, ചിലപ്പോൾ 3 പൈസയായിരിക്കും. അപ്പോൾ ഇത് നിപ്പോൺ ഇന്ത്യയുടെയാണ്. ഈ നിഫ്റ്റി ബീസുമായിട്ട് ഇതിൻ്റെ പിയേഴ്സ് ഒരുപാടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 50 കമ്പനികളിലാണ്, ഏറ്റവും ക്വാളിറ്റി ഉള്ള ഏറ്റവും വലിയ 50 കമ്പനികളിലാണ് ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുതന്നെയാണ് ICICI പ്രുഡൻഷ്യലിൻ്റെയും നിഫ്റ്റി 50 ഈക്വൽ വെയ്റ്റ് ഇൻഡെക്സ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കാറ്റഗറി അനുസരിച്ചിട്ട് എക്സ്പെൻസ് റേഷ്യോ ഇത് കൂടുതലാണ്. അപ്പോൾ അതിലും ഭേദം ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ട് ഈ നിഫ്റ്റി ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ പിയേഴ്സ് നോക്കിയാൽ മതി, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയായിരിക്കും നല്ലത്. ചെറിയൊരു എക്സ്പെൻസ് റേഷ്യോയുടെ കുറവ് കിട്ടും. ഇതിന് 35 പൈസയുണ്ട്. ശരിക്കും പറഞ്ഞാൽ 5 പൈസയൊക്കെ കൊടുത്താൽ മതിയാകും നമുക്കിതിന്. ഇതിലും കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ ഉള്ള നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം കാണുന്നവർക്കത് ഉപകാരപ്പെടും. പിന്നെ എന്തിനാണ് നമ്മൾ ഇത്ര വിഷമിച്ച് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ റിട്ടേൺ കണ്ടില്ലേ, 17%. നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടിയാണ് വലിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ 50 കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ റിട്ടേൺ കുറവാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിൻ്റെ റിട്ടേൺ കുറവാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ കുറച്ച് പൈസ വലിയ കമ്പനികളിൽ കിടക്കട്ടെ എന്നുള്ള ഇതിലാണ് നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഇത് കഴിഞ്ഞിട്ടുള്ള 50 കമ്പനികളുണ്ടല്ലോ, ഈ 50 കമ്പനികൾ കഴിഞ്ഞിട്ടുള്ള 50 കമ്പനികൾ, അതിൽ ഭീകര റിട്ടേൺ ആണ് വന്നിരിക്കുന്നത്.
അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ മ്യൂച്വൽ ഫണ്ട് ഈ എഡൽവൈസിൻ്റെ നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് ഫണ്ടാണ്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് ഫണ്ട് ലാർജ് ക്യാപ്പാണ്. അതേപോലെ തന്നെ ICICI പ്രൂവിൻ്റെ നിഫ്റ്റി 50 ഈക്വൽ വെയ്റ്റ് ഇൻഡെക്സ് ഫണ്ട് ഇതും ലാർജ് ക്യാപ്പാണ്. ഈ രണ്ടെണ്ണമാണ് ഇതിൽ ലാർജ് ക്യാപ്പ്. ഞാനിവിടെ LL എന്നിടാം. ഈ രണ്ടെണ്ണവും ലാർജ് ക്യാപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തേത് അല്ലെങ്കിൽ ഈ നാലാമത്തെ ഒഴിവാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി എല്ലാവരും തന്നെ നിഫ്റ്റി 50യിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രം നമ്മളിതെടുത്താണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ എഡൽവൈസിൻ്റെ നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് ഫണ്ടാണ്. 2 ETF-കളും ഇതിൽ അവൈലബിൾ ആണ്. ഒന്ന് നെക്സ്റ്റ് 50 എന്ന് പറയുന്ന ETF-ഉം 2 ജൂനിയർ ബീസ് എന്ന് പറയുന്ന ETF. രണ്ടും ഒരേ ETF ആണ്, 2 കമ്പനികളുടേതാണ് എന്നേ ഉള്ളൂ. ഇതിൽ റിട്ടേൺ കിട്ടിയേക്ക് നോക്കിയാൽ 33% റിട്ടേൺ. ഇത് 6 മാസത്തെ റിട്ടേൺ ആണ് കേട്ടോ. അതായത് കഴിഞ്ഞ 6 മാസത്തെ റിട്ടേൺ ആണ് ഈ ഒരു റിട്ടേൺ. എല്ലാ 6 മാസം കൂടുമ്പോഴും ഇങ്ങനെ എടുത്ത് നമ്മുടെ പോർട്ട്ഫോളിയോ ഒന്ന് ഷഫിൾ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞാൻ ഈ 6 മാസത്തെ റിട്ടേൺ എടുത്തിരിക്കുന്നത്. ഇത് കാലാകാലങ്ങളിൽ നമുക്ക് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. എന്തായാലും 33% റിട്ടേൺ. എന്നാൽ എക്സ്പെൻസ് റേഷ്യോ എത്രയാണ്? 0.08. 8 പൈസയാണ് ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ. വളരെ ചീപ്പാണ്. ഈ ഒരു ഫണ്ട് കാറ്റഗറിയിലൊക്കെ ഇത്രയും കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ നമുക്ക് കാണാൻ പോലും സാധിക്കില്ല. എന്നാൽ ETF-കളിൽ മിക്കവാറും ഇത് 5 പൈസയ്ക്കെല്ലാം അവൈലബിൾ ആയിരിക്കും. അതായത് എക്സ്പെൻസ് റേഷ്യോ 5 പൈസ, 0.05. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പക്ഷേ ഈ എക്സ്പെൻസ് റേഷ്യോ കുഴപ്പമൊന്നുമില്ല, വളരെ ചീപ്പാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഫണ്ട് മോട്ടിലാൽ ഓസ്വാളിൻ്റെ നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 ഇൻഡെക്സ് ഫണ്ട്. നമ്മൾ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടാകും. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 30 പൈസയാണ്. റിട്ടേൺ എന്ന് പറയുന്നത് 21%. അതേപോലെ തന്നെ അടുത്തത് സ്മോൾ ക്യാപ്പിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. DSPയുടെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 ക്വാളിറ്റി 50 ഇൻഡെക്സ് ഫണ്ട്. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് സാധാരണ സ്മോൾ ക്യാപ്പിൽ വളരെ വലിയ എക്സ്പെൻസ് റേഷ്യോ ആണ് വരുന്നത്. വലുതെന്ന് പറഞ്ഞാൽ ഒരു 1-ൻ്റെ അടുത്തൊക്കെ വരാറുണ്ട്. ഇൻഡെക്സ് ഫണ്ടാണെങ്കിലും ചിലവർ അങ്ങനെ അങ്ങ് ചാർത്തും. അപ്പോൾ നല്ല ഇത് വരാറുണ്ട് ചില ഫണ്ടുകൾക്ക്. എന്നാൽ ഇതിന് 30 പൈസ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ റിട്ടേണും 21% തന്നെയാണ്. അപ്പോൾ ഇതിൽ മിസ്സാക്കാൻ പാടില്ലാത്തത് നെക്സ്റ്റ് 50 ആണ്. അപ്പോൾ എഡൽവൈസിൻ്റെ തന്നെ നിങ്ങൾ എടുക്കണമെന്നില്ല. അല്ലെങ്കിൽ ജൂനിയർ ബീസോ നെക്സ്റ്റ് 50യോ പരിഗണിക്കാം. അത് ETF-കളാണ്. ഇത് മ്യൂച്വൽ ഫണ്ടാണ്. മ്യൂച്വൽ ഫണ്ട് ETF-ഉം തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ശരിക്കും രണ്ടും മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് പ്രശ്നമുള്ള AUM ആണ്. AUM പ്രശ്നമൊന്നുമില്ല. കാരണം അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റാണ് AUM കുറഞ്ഞു എന്ന് കരുതിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടുകൾ പൂട്ടിപ്പോകാനോ അങ്ങനെയൊന്നും പോകുന്നില്ല. നമ്മുടെ ഇന്ത്യയിൽ ഈ മ്യൂച്വൽ ഫണ്ടുകളെല്ലാം ഇതേപോലത്തെ കമ്പനികളൊക്കെ പൂട്ടിപ്പോവുക അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം നഷ്ടപ്പെടുക എന്നൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് നഷ്ടം വരുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത അസറ്റിൻ്റെ വാല്യൂ കുറയുമ്പോൾ നമുക്ക് നഷ്ടം വരും. അല്ലാതെ ഒരു കമ്പനി പറ്റിച്ചിട്ട് പോയി ആൾക്കാരുടെ പൈസ പോയി അങ്ങനെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ട് പോലുമില്ല ഇന്ത്യയിൽ കേട്ടോ. അപ്പോൾ AUM എന്ന് പറഞ്ഞാൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റാണ്. ഇത് കുറവാണ്. ഇത് കുറവായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഫണ്ട് ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തില്ലേ, നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത എക്സ്പെൻസ് റേഷ്യോ ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഫണ്ട്, നല്ല റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തല്ലോ. അപ്പോൾ ഇവർ ചെറിയ എക്സ്പെൻസ് റേഷ്യോ മേടിക്കുന്നുള്ളൂ. അപ്പോൾ ഇവരിലേക്ക് വീണ്ടും ഫണ്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ AUM കൂടാൻ സാധ്യതയുണ്ട്. AUM കുറഞ്ഞു കൂടിയെന്ന് കരുതുന്നത് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. സാധാരണഗതിയിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കാർ ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ AUM കൂടും, നല്ല ഫണ്ട് ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ ഈ എക്സ്പെൻസ് റേഷ്യോ അങ്ങോട്ട് കൂട്ടും. ഇത് എനിക്ക് മെയിൽ വരുമ്പോൾ അറിയാവുന്നതാണ്. സ്ഥിരമായിട്ട് മെയിൽ വരും. അതെ, ഞങ്ങൾ എക്സ്പെൻസ് റേഷ്യോ കുറച്ച് കൂട്ടിയിട്ടുണ്ടേ, അത് ഇൻവെസ്റ്റേഴ്സിനെ അറിയിക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് മെയിൽ വരുന്നത്. നിങ്ങളും ചെക്ക് ചെയ്തറിയാം. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കുറച്ച് മാസം, ഒരു 5-6 മാസം കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് കൂട്ടുക എക്സ്പെൻസ് റേഷ്യോ. എന്നിട്ട് ഒരു മെയിൽ, അതെ ഞങ്ങൾ ഇന്ന ഡേറ്റ് തൊട്ട് കൂട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഇഷ്ടമായൊരു ഫണ്ടായി, നല്ല പൈസ ആയിട്ടുണ്ട്. ഇനി കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസം വരെ അവർക്ക് നല്ലൊരു ലാഭത്തിലേക്ക് അവരുടെ ലാഭം കൂട്ടുന്നുണ്ടാവും. അത് സ്ഥിരമായിട്ടും മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ കൂടുതൽ ഫണ്ട് കിട്ടാൻ വേണ്ടി ഇവർ എക്സ്പെൻസ് റേഷ്യോ കുറച്ച് വെക്കും. ഇതും വലിയ ഫണ്ടായി കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യും, എക്സ്പെൻസ് റേഷ്യോ കൂട്ടാനുള്ള സാധ്യതയുമുണ്ട്. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ചെറിയ രീതിയിലേ കൂട്ടുള്ളൂ. ഇതിനൊക്കെ നിയമമുണ്ട്. ഒരു പരിധിക്കുള്ളിലേ കൂട്ടാൻ പറ്റുള്ളൂ, അല്ലാതെ തോന്നിയ പോലെ കൂട്ടാൻ പറ്റില്ല. ആ നിയമത്തിൻ്റെ അകത്ത് അത് അവരെന്തെങ്കിലും ചെയ്യട്ടെ. അപ്പോൾ 4 ഫണ്ടുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും IT ബീസോ അല്ലെങ്കിൽ ഫാർമയോ ഡിഫൻസോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഫണ്ടുകൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഒന്നെങ്കിൽ ഈ ഫണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പിയേഴ്സ്. ഇപ്പോൾ ഈ ഫണ്ട് തന്നെ വേണമെന്നൊന്നുമില്ല, ഏകദേശം ഐഡിയ കിട്ടിയില്ലേ. അപ്പോൾ ഇതിൻ്റെ ETF ആകാം, അല്ലെങ്കിൽ ഇതിൻ്റെ പിയേഴ്സ് ആകാം.
ഈ സെക്ടറുകൾ നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ടും വേണം. എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇടയ്ക്ക് ഡിഫൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓൾറെഡി ഡിഫൻസിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിപ്പോൾ താഴേക്കും അത് കയറി വരും. നമ്മളൊരു 5-10 വർഷത്തെ ഇതിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അത്രയും വർഷമൊന്നും വേണ്ടി വരില്ല, അത് കയറി വരും. ഇല്ലെങ്കിൽ നമുക്കത് പോർട്ട്ഫോളിയോ റീബാലൻസിംഗ് എന്ന് പറഞ്ഞ മെത്തേഡിൽ കൂടെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്ന കേസേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡിഫൻസാണ് കയറി വരും, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ആ സമയങ്ങളിൽ നമുക്ക് ഈ ഫണ്ടുകളൊക്കെ റിട്ടേൺ തരുന്നുണ്ടാവും. ഇപ്പോൾ IT ഡൗൺ ആണ്, ഇപ്പോൾ ഡിഫൻസ് ഡൗൺ ആണ് എന്ന് കരുതി ഈ നെക്സ്റ്റ് 50 ഡൗൺ ആകണമെന്നില്ല, നിഫ്റ്റി 50 ഡൗൺ ആകണമെന്നില്ല, മിഡ് ക്യാപ്പ് ഡൗൺ ആകണമെന്നില്ല, സ്മോൾ ക്യാപ്പ് ഡൗൺ ആകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഫണ്ടുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ പിയേഴ്സ് മറ്റ് കമ്പനികൾ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട ഈ സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഇഷ്ടംമാതിരി മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അത് വീഡിയോ ഒന്നും ചെയ്താൽ തീരില്ല, അതിന് മാത്രമുണ്ട്. ഞാൻ അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് എടുത്തതാണ്. AUM മാത്രമാണ് ഞാൻ അതിൽ പരിഗണിക്കാത്ത. എക്സ്പെൻസ് റേഷ്യോയും അബ്സല്യൂട്ട് 6 മാസത്തെയാണ്. 1 വർഷത്തെ 3 വർഷത്തെ 5 വർഷത്തേക്കാണ് സാധാരണ ആളുകൾ പരിഗണിക്കുക. ഞാനിത് 6 മാസത്തെ പരിഗണിച്ചിട്ട് എടുത്ത ഫണ്ടുകളാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു 2-3 വർഷമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ എന്നെ അറിയിക്കുക. നമുക്കതൊരു സന്തോഷമായിരിക്കും. എന്തായാലും നമ്മുടെ ടോണി ചേട്ടന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം സ്വന്തമായിട്ട് പഠിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു മെസ്സേജ് കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഡൗട്ട് ഉണ്ടാകുമ്പോഴേ ഓടി വന്നിട്ട് ആ വാട്സപ്പിൽ കുത്തിയിട്ട് ഹലോ സാറേ അതെ ഇതിങ്ങനെയാണോ അല്ലെങ്കിൽ അത് അങ്ങനെയാണോ, ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനെയല്ല. നമ്മൾ തന്നെ അതിന് ആൻസർ കണ്ടെത്തണം, സെർച്ച് ചെയ്തിട്ട് ആൻസർ കണ്ടെത്തണം. പിന്നെ ഒരു കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഒരു സജഷനോ ഒക്കെ വേണമെങ്കിൽ വിടാമെന്നല്ലാതെ ചിലവരങ്ങനെയല്ല. ഒരു ചെറിയ ഒരു ഡൗട്ട് ഒന്ന് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ തീരാവുന്ന ഡൗട്ടായിരിക്കും. നേരെ ഒന്നെങ്കിൽ അങ്ങ് വിളിക്കും, വിളിയാണ് സഹിക്കാൻ പറ്റാത്തത്, അങ്ങ് വിളിക്കും, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ആയിരിക്കും. അപ്പോൾ അതിനൊരു മാറ്റം വരണ്ടേ? അതത്ര ശരിയായ സംഭവം അല്ലല്ലോ. കുറേയൊക്കെ നമ്മൾ പഠിക്കുക, കുറേയൊക്കെ അതിനൊരു തിരി കൊളുത്താനേ എനിക്ക് പറ്റുള്ളൂ. അത് ആളി കത്തിക്കുക എന്നുള്ളത് അവനവൻ്റെ തന്നെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ആ ഒരു മെസ്സേജ് കൂടി പങ്കുവെക്കാനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സജഷനും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു വെൽത്ത് ക്രിയേഷൻ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.